ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1893. ഇന്ന് മാർച്ച് മാസം 7-ാം തീയതി, 66-ാമത്തെ ദിവസത്തിലെത്തി. പരസ്യജീവിതത്തിന്റെ തുടക്കത്തില് അതിനു മുന്നോടിയായി ക്രിസ്തുവേശു 40 ദിനരാത്രങ്ങള് മരുഭൂമിയിൽ ചെലവഴിച്ചു. അതിന്റെ ഓർമ്മ കൂടിയല്ലേ നമ്മുടെ ഈ 40 നോമ്പ്, ഈ വലിയ നോമ്പ്. ഈ നോമ്പാചരണം നമുക്കും ഒരു മരുഭൂമി അനുഭവത്തിന് ഇടയാകേണ്ടതാണ്. എന്താണ് മരുഭൂമിയുടെ പ്രത്യേകത? എന്തിനാണ് യേശു മരുഭൂമിയിലേക്ക് പോയത്? മരുഭൂമിയെക്കുറിച്ച് വിശുദ്ധ വേദം തന്നെ പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൽ ശൂന്യത ഓരിയിടുന്ന മണലാരണ്യം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ അനുഭവിച്ച ഏകാന്തതയെക്കുറിച്ചുള്ള പരാമർശമാണ്. ക്രിസ്തുവേശു തന്റെ പരസ്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ഏകാന്തതയില്ല. പിതാവിന്റെ ഹിതം തേടിയതും അത് നിവർത്തിക്കാൻ തന്നെ തന്നെ ഒരുക്കിയതും മരുഭൂമിയുടെ ഏകാന്തതയിലാണ്. ക്രിസ്തുവേശുവിന്റെ ശിഷ്യന്മാർ തങ്ങളുടെ ആദ്യത്തെ പ്രേഷിത ദൗത്യം വിജയപ്രദമായി പൂർത്തിയാക്കിയ വളരെ വലിയ ആഹ്ലാദത്തോടെ യേശുവിന്റെ അരികിലേക്ക് മടങ്ങി വരുന്ന രംഗമുണ്ട്. അപ്പോൾ യേശു അവരോട് പറയുന്നൊരു കാര്യവുമാണ്: നിങ്ങൾ ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ, നമുക്ക് അല്പനേരം വിശ്രമിക്കാം. വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലാണ്. ഈ ക്ഷണത്തിന്റെ സാഹചര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അനേക ആളുകൾ അവിടെ വരികയും പോവുകയും ചെയ്തിരുന്നു. ഭക്ഷണം കഴിപ്പാൻ പോലും അവർക്കൊരു സമയം കിട്ടിയിരുന്നില്ല. എല്ലാവരും വലിയ വലിയ തിരക്കുകളിലാണ്. ഒന്നിനും ആർക്കും സമയം കിട്ടുന്നില്ല. വിശ്രമം തന്നെ എന്താണെന്നറിയാത്തൊരു ജീവിതം. നിലപാടും മനോഭാവമൊക്കെ ഒന്ന് മാറ്റേണ്ടതാണ്. ഒരു മരുഭൂമി അനുഭവം നമ്മുടെ ജീവിതത്തിൽ വേണ്ടേ? തിരക്ക് കൂടുന്നതുകൊണ്ടും സ്വയം കൂട്ടുന്നതുകൊണ്ടും എന്താണ് എനിക്ക് സംഭവിക്കുന്നത് എന്ന് എങ്കിലും ചിന്തിക്കാൻ നമ്മൾ അല്പസമയം മാറ്റിവെക്കണ്ടേ? ഏകാന്തതയിൽ എന്നെ തന്നെ കണ്ടെത്താൻ പറ്റും. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ അത്യാഗ്രഹങ്ങൾ, ആസക്തികൾ, എന്നിലെ ഭയങ്ങൾ, ഞാൻ കൊണ്ടു നടക്കുന്ന ഉത്കണ്ഠകൾ എല്ലാം നേരിട്ട് കാണാൻ ശ്രമിക്കണം. അവയെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വ്യക്തതയും അവബോധവും ഉണ്ടാക്കണം. ഒരു വിജന സ്ഥലത്തേക്ക് വരുവിൻ എന്ന യേശുവിന്റെ ആഹ്വാനം സ്വീകരിക്കണം. വിജനസ്ഥലം തേടി അകലെയെങ്ങും അലയണ്ട. അവനവന്റെ ഉള്ളിലേക്കൊന്ന് കടക്കുക, പുറംവാതിൽ അടയ്ക്കുക. എന്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ സജീവ സാന്നിധ്യം തിരിച്ചറിയുക. അവിടുത്തെ തിരുമുമ്പിൽ എന്നെ തന്നെ കാണാൻ, വിലയിരുത്തുവാൻ ശ്രമിക്കുക. നോമ്പുകാലത്ത് മരുഭൂമി അനുഭവത്തിന്റെ ലക്ഷ്യം സത്യത്തിൽ ഇതാണ്. പ്രാർത്ഥനയോടുകൂടി ആമേൻ.